ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആളുകളിൽ മിക്കവാറും ആളുകൾ മറ്റുള്ളവരിലേക്ക് നോക്കി സ്വന്തം ജീവിതം ജീവിച്ചു തീർക്കുന്നവരാണ്. അവൻ അടിപൊളിയാണ്, അല്ലെങ്കിൽ അവൻ്റെ കാറ് കണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ വീട് കണ്ടോ, അവൻ്റെ ക്വാളിഫിക്കേഷൻ കണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ കളറ്, അവൻ്റെ ഗ്ലാമർ, അല്ലെങ്കിൽ ഒരു പക്ഷേ അവൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ അവൻ കളക്ടറാണ്, അവൻ അല്ലെങ്കിൽ സിനിമാ നടനല്ലേ, അവൻ്റെ കയ്യിൽ എത്രമാത്രം പണമാണ്. ഇങ്ങനെ പോകും ഞാനീ പറഞ്ഞ ആളുകളുടെ ആകുലതകളും നെടുവീർപ്പുകളും. ചുറ്റുപാടും മറ്റുള്ളവരിലേക്ക് നോക്കി ജീവിക്കുന്നവരാണ് സമൂഹത്തിൽ കൂടുതൽ. എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഗുണങ്ങളും ദോഷങ്ങളും ഒരു പരിധിവരെ നോക്കാതെ ജീവിക്കുന്നവർ ചിന്തിക്കുന്നത് എന്താണ്? ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഡിസ്കഷൻ. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. സമൂഹത്തിലേക്ക് നോക്കി മറ്റുള്ളവരുടെ ഉയർച്ചയിലും വളർച്ചയിലും നെഗറ്റീവ് അടിച്ച് നിരാശപ്പെട്ട് ഉള്ളത് മതിയെന്ന് വിചാരിച്ചിരിക്കുന്നവരെ പോലെയല്ല മറ്റു ചിലർ. അവർ ആദ്യം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അവൻ്റെ തന്നെ ഉള്ളിലെ അവനെ തന്നെയാണ്. അവനിലൂടെ സമൂഹത്തിന് എന്ത് നൽകാമെന്നും സമൂഹത്തിൽ നിന്ന് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നും ഞാൻ ജനിച്ചതും ജീവിക്കുന്നതും ഇവിടെ ഈ ലോകത്ത് എന്തോ വളരെ യുണീക്കായിട്ടുള്ളൊരു റോള് ചെയ്യാൻ വേണ്ടിയാണെന്നും അവൻ തിരിച്ചറിയും. അതിന് ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരിലേക്ക് നോക്കി നെടുവീർപ്പിടുന്നതിന് പകരം സ്വയം അറിയാൻ ശ്രമിക്കണം. സ്വന്തം ഉള്ളിലേക്ക് നോക്കണം. സ്വന്തം ഉള്ളിലെ നിധി അന്വേഷിച്ച് ലോകം മുഴുവൻ കറങ്ങി നടന്ന മൂഢനായ മനുഷ്യരെ പോലെ ആകരുത് നിങ്ങൾ. നിങ്ങളോട് തന്നെ ചോദിക്കണം, ഹൂ ആം ഐ? ഞാൻ ആരാണ്? നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും അതിനുള്ള ഉത്തരം. എന്നാൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അതിനുള്ള ഉത്തരം കിട്ടണമെന്നില്ല. ഒരുപക്ഷെ ചിലർക്ക് അവൻ ആരാണെന്ന് 5 വയസ്സാകുമ്പോൾ തന്നെ അതിനുള്ള ഉത്തരം കിട്ടും. മറ്റു ചിലർക്ക് കിട്ടുന്നത് ചിലപ്പോൾ 50 വയസ്സ് കഴിയുമ്പോഴായിരിക്കും. ചിലർക്ക് ഈ 5 വയസ്സിൻ്റെ 50 വയസ്സിൻ്റെ ഇടയിൽ കിട്ടും എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുള്ളത്. നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കാൻ ആരംഭിച്ചാൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. അത് 100% ഉറപ്പാണ്. നമ്മൾ ഈ ലോകത്തേക്ക് വെറുതെ ഒന്ന് നോക്കിയാൽ നമുക്കറിയാം ഈ ലോകം ഇങ്ങനെ ആയത് ഓരോ മനുഷ്യൻ്റെയും ഇടപെടൽ കൊണ്ടാണെന്നുള്ളത്. നിങ്ങൾക്കും അതിന് കഴിയും. നിങ്ങളുടെയും ഒരു മാറ്റം ഏതെങ്കിലും ഒരു മേഖലയിൽ ഈ ലോകം കാത്തിരിക്കുന്നുണ്ടാകും. ഈ പുറമേ കാണുന്ന ബഹളങ്ങളിലേക്കും അസൂയകളിലേക്കും കുറ്റം പറച്ചിലേക്കും ഉള്ള ചിന്തകൾ അവസാനിപ്പിച്ചാൽ, സ്വയം ഉള്ളിലേക്ക് നോക്കാൻ ആരംഭിച്ചാൽ നിങ്ങൾക്കും കിട്ടും നിങ്ങളുടെ ഉള്ളിലെ ആ നിധി. ആ നിധി നിൻ്റെ ഉള്ളിൽ മാത്രം ഒളിപ്പിച്ചു വെച്ചതാണ്. അത് എന്താണെന്ന് കണ്ടെത്താൻ നിനക്ക് മാത്രമേ പറ്റൂ. ആര് നിന്നെ നിരാശപ്പെടുത്തിയാലും കുറ്റം പറഞ്ഞാലും നീ നന്നാകില്ല, നീ വളരില്ല, നീ നശിച്ചു പോകും എന്ന് പറഞ്ഞ് നിന്നെ തളർത്താൻ ശ്രമിച്ചാലും ആ നിധി കണ്ടെത്തിയാൽ നിന്റെ ജീവിതം മാറും. ആ നിധി കണ്ടെത്തിയാൽ പിന്നെ നിന്റെ ഉള്ളിൽ മന്ത്രിക്കുന്ന ആ മാജിക്കൽ സെൻറ്റൻസ് ഇതായിരിക്കും, ഐ ആം ദി ബെസ്റ്റ്, ഐ ആം ദി ബെസ്റ്റ്. അവിടെ ആരംഭിക്കും നിന്റെ വിജയം. യു ആർ ദി ബെസ്റ്റ് ഹ്യൂമൻ. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.